സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 100 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞൻ അടുത്തിടെ മരിച്ചു. ആരാണ് അദ്ദേഹം? KS മണിലാലാണ്. ഡോക്ടർ KS മണിലാൽ ലത്തീൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത സസ്യശാസ്ത്രജ്ഞനാണ് KS മണിലാൽ. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ചത് ജഗതി ശ്രീകുമാറിനാണ്. ജഗതി ശ്രീകുമാർ. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ശനിയാണ്. നിലവിൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്രയാണ്? ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ശനിയാണ്. നിലവിൽ ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 274 ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 274. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ശനിയാണ്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലാൻഡ് തെരഞ്ഞെടുക്കപ്പെട്ടു. നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഫിൻലാൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 118. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. അടുത്ത ചോദ്യം, നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതി. നഗരങ്ങളിലെ ഭൂവിവരം ഡിജിറ്റലൈസ് ചെയ്യുന്നതിനുള്ള കേന്ദ്ര പദ്ധതിയാണ് നക്ഷ. നാഷണൽ ജിയോസ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ്. നക്ഷ. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2024 തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് മനു ഭാക്കറാണ്. മനു ഭാക്കർ. ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത്? ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത് NSK ഉമേഷ് ആണ്. NSK ഉമേഷ്. എറണാകുളം ജില്ലാ കളക്ടറായ NSK ഉമേഷ് ആണ് ഇക്കൊല്ലത്തെ മികച്ച കളക്ടർക്കുള്ള റവന്യൂ അവാർഡിന് അർഹനായത്. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസിന് വേദിയാക്കുന്നത്? 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് ഈ സ്പോർട്സ് ഗെയിംസിന് വേദിയാകുന്നത് റിയാദാണ്. സൗദി അറേബ്യയിലെ റിയാദാണ് ഈ സ്പോർട്സ് ഗെയിംസിന് വേദിയാക്കുന്നത് 2027. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. വിനോദ് കുമാർ ശുക്ല. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് വിനോദ് കുമാർ ശുക്ല. എത്രാമത്തേതാണ്? 59ാമത് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ലയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ എഴുത്തുകാരനാണ് അദ്ദേഹം. ഇന്ത്യയിലെ 58ാമത് കടുവ സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ദേശീയോദ്യാനം ഏതാണ്? 58ാമത് കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് മാധവ് ദേശീയോദ്യാനമാണ്. മധ്യപ്രദേശിലെ മാധവ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ 58ാമത് കടുവ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. മാധവ് ദേശീയോദ്യാനം, മധ്യപ്രദേശ്. 58ാമത്തെ കടുവ സങ്കേതം. അടുത്തത്, ഫിഡെ അണ്ടർ-20 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത്? ഫിഡെ അണ്ടർ-20 ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി കിരീടം നേടിയത് പ്രണവ് വെങ്കടേഷ് ആണ്. പ്രണവ് വെങ്കടേഷ്. കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം? കൃത്യമായ വിള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനമാണ് ഡിജിറ്റൽ ക്രോപ്പ് സർവേ. ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ? റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്തയാണ്. പൂനം ഗുപ്ത.
രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്. രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ കടൽപ്പാലമാണ് പാമ്പൻ പാലം. രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് എന്നാണ്? 2025 ഏപ്രിൽ 6-നാണ്. 2025 ഏപ്രിൽ 6. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം. ഭൂകമ്പ ദുരിതം അനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ എന്നത്. ഓപ്പറേഷൻ ബ്രഹ്മ ഏത് രാജ്യത്തിനെയാണ്? മ്യാൻമാറിനെ സഹായിക്കാനായിട്ട് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ബ്രഹ്മ. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം ഏതാണ്? 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിൻ്റെ 50-ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി എന്നത്. മാർച്ച് ഓഫ് ഗ്ലോറി പുസ്തകത്തിൻ്റെ പേര്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായത്. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കായുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായത് കേരളമാണ്. കേരളം. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ആര്? നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായത് ഗായത്രി ചക്രവർത്തി സ്പിവാക്കാണ്. ഗായത്രി ചക്രവർത്തി സ്പിവാക്ക്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദ വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്രയാണ്. ഡോക്ടർ ഗൗതം ചന്ദ്ര. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ഡോക്ടർ HV ഈശ്വർ ആണ്. ഡോക്ടർ HV ഈശ്വർ. HV ഈശ്വർ പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത്. 2024-25 ഇന്ത്യയുടെ GDP വളർച്ച എത്രയാണ്? 2024-25 6.4%. 6.4%. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത്. ബഹിരാകാശത്ത് ഇന്ത്യക്കാരെ എത്തിക്കാനുള്ള ഗഗൻയാൻ പദ്ധതിയുടെ ആദ്യത്തെ പരീക്ഷണ ദൗത്യം അറിയപ്പെടുന്നത് TVD-1 എന്നാണ്. TVD-1. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യയാണ്. ഫോർട്ട് വില്യം എന്നറിയപ്പെട്ടിരുന്ന കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനത്തിന്റെ പുതിയ പേര്. കരസേനയുടെ കിഴക്കൻ മേഖല ആസ്ഥാനം അറിയപ്പെട്ടിരുന്നത് ഫോർട്ട് വില്യം എന്നായിരുന്നു. ഇപ്പോൾ അതിന്റെ പേരെന്താണ്? വിജയ് ദുർഗ് എന്നാണ്. വിജയ് ദുർഗ്. ഇപ്പോഴത്തെ പേര് വിജയ് ദുർഗ്. പണ്ടത്തെ പേരാണ് ഫോർട്ട് വില്യം. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? AI ഉച്ചകോടി 2025. അന്താരാഷ്ട്ര AI ഉച്ചകോടി 2025 നടന്നത് പാരീസിലാണ്. 2026 AI ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഇന്ത്യയാണ്. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 വേദിയായത് പാരീസ്. 2026 ഇന്ത്യ. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതി. സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പദ്ധതിയാണ് സമുദ്രയാൻ. N. രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത്. N. രാമചന്ദ്രൻ പുരസ്കാരത്തിന് അർഹയായത് ഷബാന ആസ്മിയാണ്. ഷബാന ആസ്മി. N. രാമചന്ദ്രൻ പുരസ്കാരം. ഷബാന ആസ്മി. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഡൽഹിയുടെ 9ാമത്തെ, എത്രാമത്തെയാണ്? 9ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ചുമതലയേറ്റത് രേഖ ഗുപ്തയാണ്. രേഖ ഗുപ്ത. രാജ്യത്തെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം. ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനറ്റ്സ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഗ്യാനറ്റ്സ്.
ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വേദിയായത്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചിയാണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. 62 മണിക്കൂറും 6 മിനിറ്റുമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് നടന്നത്. 62 മണിക്കൂർ 6 മിനിറ്റ്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസന്റെ 60 മണിക്കൂർ 21 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിയത്. അപ്പോൾ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് സുനിത വില്യംസ് ആണ്. 62 മണിക്കൂർ 6 മിനിറ്റ് ആണ്. നാസയുടെ മുൻ ശാസ്ത്രജ്ഞ പെഗ്ഗി വിൻസന്റെ 60 മണിക്കൂർ 20 മിനിറ്റ് എന്ന റെക്കോർഡാണ് സുനിത വില്യംസ് തിരുത്തിയത്. ISROയുടെ 100ാമത്തെ വിക്ഷേപണം. ISROയുടെ 100ാമത്തെ വിക്ഷേപണം NVS-02 ആണ്. NVS-02 ആണ് ISROയുടെ 100ാമത്തെ വിക്ഷേപണം. GSLV F-15 എന്ന റോക്കറ്റിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണം ISRO നടത്തിയത്. NVS-02 വിക്ഷേപണ വാഹനം ഏതാണ്? GSLV F-15 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുമുള്ള 100ാമത്തെ വിക്ഷേപണമാണ്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. 35 ഗ്രാമി പുരസ്കാരങ്ങൾ നേടി ഏറ്റവും കൂടുതൽ ഗ്രാമി അവാർഡുകൾ നേടുന്ന വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ബിയോൺസെ ആണ്. പോപ്പ് താരം ബിയോൺസെ. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദിനെ ദേശീയ സർവകലാശാലയാക്കി മാറ്റാനുള്ള ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്നാകും ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാലയുടെ പേര്. ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം. എവറസ്റ്റിലെ മലിനീകരണം കണക്കിലെടുത്ത് എവറസ്റ്റിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൂട്ടിയ രാജ്യം നേപ്പാൾ ആണ്. നേപ്പാൾ. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ പദ്ധതി ആരംഭിച്ചത്. ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു കാശ്മീർ ആണ്. ജമ്മു കാശ്മീർ. തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത്. തുടർച്ചയായിട്ട് ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ചതിൻ്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. 2019-25 കാലയളവിലായി 8 ബജറ്റുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. തുടർച്ചയായിട്ട് 7 ബജറ്റുകൾ അവതരിപ്പിച്ച CD ദേശ്മുഖിൻ്റെ റെക്കോർഡാണ് നിർമ്മല സീതാരാമൻ തിരുത്തിയത്. അപ്പോൾ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? നിർമ്മല സീതാരാമനാണ്. പൊതുജനങ്ങൾക്ക് സമഗ്രമായ റെയിൽവേ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഏകജാലക സംവിധാനമാണ് സ്വറെയിൽ എന്നത്. സ്വറെയിൽ. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത്. കാർഷിക സർവകലാശാലയുടെ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവിക്ക് അർഹനായത് ചെറുവയൽ രാമനാണ്. ചെറുവയൽ രാമൻ. സാർവദേശീയ മനുഷ്യാവകാശ ദിനം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത്. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ചത് എ നസീറയുടെ ഉച്ചാടനം എന്ന നോവലിനാണ്. വിലാസിനി നോവൽ പുരസ്കാരം ലഭിച്ച നോവല് ഉച്ചാടനം ആരുടേതാണ്? എ നസീറ. 2025 ജനുവരിയിൽ ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട 3 യുദ്ധക്കപ്പലുകൾ ഒരുമിച്ച് കമ്മീഷൻ ചെയ്യപ്പെട്ടു. അവ ഏതെല്ലാമാണ്? യുദ്ധക്കപ്പലുകൾ 3
പേരും ഓർത്ത് വയ്ക്കണം. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ എന്നിവയാണ്. INS നീലഗിരി, INS സൂററ്റ്, INS വാക്ഷീർ. രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. രാത്രി 12 ശേഷം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അഖിൽ പി ധർമ്മജൻ. പുസ്തകത്തിന്റെ പേര് രാത്രി 12 ശേഷം. 2025 ഏപ്രിലിലെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോ നിരക്ക് എത്ര ശതമാനമാണ്? റിപ്പോ നിരക്ക് 6%. 6%. ലോക ഉപഭോക്തൃ ദിനം 2025 പ്രമേയം. ലോക ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 15. 2025 ലോക ഉപഭോക്തൃ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നാണ്. എ ജസ്റ്റ് ട്രാൻസിഷൻസ് ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ്. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് നേടിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം. ആസാം സാറ്റ് എന്നാണ് ഇതിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തമായിട്ട് ഉപഗ്രഹം നിർമ്മിക്കാനായിട്ട് ഒരുങ്ങുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ആദ്യത്തെ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ആസാം. ആസാം സാറ്റ് എന്നാണ് ഈ ഉപഗ്രഹത്തിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 2025 മാർച്ചിൽ അന്തരിച്ച പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ആരാണ്? അപ്പോൾ പാർലമെന്റിന്റെ ഇംപീച്ച് നടപടികൾക്ക് വിധേയനായ ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജിയാണ് ജസ്റ്റിസ് വി രാമസ്വാമി. ജസ്റ്റിസ് വി രാമസ്വാമി. അദ്ദേഹം 2025 മാർച്ചിൽ അന്തരിച്ചു. ജസ്റ്റിസ് വി രാമസ്വാമി. സാമ്പത്തിക അവലോകന രേഖ പ്രകാരം ഇന്ത്യയിൽ സ്ഥിരം ശമ്പളം വാങ്ങുന്ന സ്ത്രീകളിൽ 1-ാം സ്ഥാനത്ത് എത്തിയത് കേരളമാണ്. കേരളം. 2025 കബഡി വേൾഡ് കപ്പ് വേദി. 2025 കബഡി വേൾഡ് കപ്പിന്റെ വേദി ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ട്. ഇന്ത്യയിലെ ആദ്യ നദി ഡോൾഫിൻ സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്ക്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ താലൂക്കാണ് ഏറനാട്. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പുതിയ ലൊക്കേഷൻ കോഡ് INTRV01 എന്നാണ്. പഴയ കോഡ് INNYY1 എന്നായിരുന്നു. അടുത്ത ചോദ്യം. 2024 ഡിസംബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? 2024 ഡിസംബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് വാങ്കഡെ സ്റ്റേഡിയം. വാങ്കഡെ സ്റ്റേഡിയം. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായിട്ട് നിയമിതനായത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ KK ഷാജു ആണ്. KK ഷാജു. 2025 ഗോഗോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത്. 2025 ഗോഗോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതനായത് സൽമാൻ ഖാൻ ആണ്. സൽമാൻ ഖാൻ. ബഹിരാകാശ ദൗത്യങ്ങൾക്കായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ. ബഹിരാകാശ ദൗത്യങ്ങൾക്കായിട്ട് ISRO വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകളാണ് വിക്രം 3201, കൽപ്പന 3201 എന്ന്. വിക്രം 3201, കൽപ്പന 3201. ISRO വികസിപ്പിച്ചെടുത്ത അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ. വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് കിരൺ റിജിജു ആണ്. കിരൺ റിജിജു. DRDO വികസിപ്പിച്ചെടുത്ത ഒരു ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ. DRDO വികസിപ്പിച്ചെടുത്ത ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ BM-04. BM-04.
ലോക ആരോഗ്യ ദിനം 2025 പ്രമേയം. ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം 2025 പ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ്. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ലോക ആരോഗ്യ ദിനം 2025 പ്രമേയം. ലോക ആരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 7. ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 75 ഉൽപ്പന്നങ്ങൾക്കാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് എന്നാണ്. വഖഫ് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഏപ്രിൽ 8, 2025 ഏപ്രിൽ 8, 2025. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു. 2025 മാർച്ചിൽ കേരളത്തിൽ നിന്നും ഭൗമസൂചിക പദവി ലഭിച്ച ഒരു പരമ്പരാഗത ആദിവാസി കരകൗശല വസ്തു കണ്ണാടിപ്പായയാണ്. കണ്ണാടിപ്പായ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഉഷ്ണതരംഗ മാപ്പിൽ ഉൾപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് പാലക്കാട്. ആദ്യ ഇന്ത്യൻ നിർമ്മിത ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച എത്രാം വാർഷികമാണ് 2025 ഏപ്രിലിൽ ആചരിക്കുന്നത്? 50ാമത്തെ വാർഷികമാണ്. 50ാമത്തെ വാർഷികം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട വിക്ഷേപിച്ചതെന്നാണ്? 1975 ഏപ്രിൽ 19 1975 ഏപ്രിൽ 19 2025 50ാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. അടുത്ത ചോദ്യം. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് 52ാമത് BR ഗവായി ആണ്. BR ഗവായി. ലോക കരൾ ദിനം 2025 പ്രമേയം. ലോക കരൾ ദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 19 ലോക കരൾ ദിനം 2025 പ്രമേയം ഫുഡ് ഈസ് മെഡിസിൻ എന്നതാണ്. ഫുഡ് ഈസ് മെഡിസിൻ. ലോക കരൾ ദിനം ഏപ്രിൽ 19 2025 പ്രമേയം എന്ന് പറയുന്നത് ഫുഡ് ഈസ് മെഡിസിൻ എന്നാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്താണ് പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത്. 7th ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി. 7th ഗേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി ബീഹാറാണ്. ബീഹാർ. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? 32ാമത്തെ രാജ്യം സ്വീഡൻ ആണ്. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യമാണ് സ്വീഡൻ. 2025 ജനുവരിയിൽ പുറത്തുവിട്ട IQ എയർ ക്വാളിറ്റി സൂചിക പ്രകാരം ലോകത്തെ ഏറ്റവും മലിനമായ നഗരം ലാഹോർ ആണ്. പാകിസ്ഥാനിലെ ലാഹോർ. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം. മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ലോക കാലാവസ്ഥാ ദിനം 2025 പ്രമേയം. ലോക കാലാവസ്ഥാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23 2025 പ്രമേയം ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ എന്നാണ്. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷനാണ് കണ്ണാപുരം. കണ്ണൂർ ജില്ലയിലെ കണ്ണാപുരം. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ഏത്? 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യം ജോർജിയയാണ്. ജോർജിയ. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. തലശ്ശേരി പോലീസ് സ്റ്റേഷൻ. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് ആര്? പുസ്തകത്തിന്റെ പേര് ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക്. പുസ്തകം രചിച്ചത് ആരാണ്? സാറാ ജോസഫ് ആണ്. സാറാ ജോസഫ്. ഫെഡറൽ ബാങ്കിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിതയായത്. ഫെഡറൽ ബാങ്ക് ബ്രാൻഡ് അംബാസിഡർ വിദ്യാ ബാലനാണ്. വിദ്യാ ബാലൻ.
ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഐറ. സംവിധായകൻ സാം ഭട്ടാചാര്യയാണ്. ചിത്രത്തിന്റെ പേര് ഐറ. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് പൂനെ. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി 2024 നിയമിക്കപ്പെട്ട ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ആണ്. പുകയില നിയന്ത്രണത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PV സിന്ധു. കേന്ദ്ര സർക്കാരിന്റെ ആദ്യ ദേശീയ ലഹരി വിരുദ്ധ ടോൾ ഫ്രീ നമ്പർ. നമ്പറാണ് 1933 എന്നത്. 1933. നീതി ആയോഗ് സുസ്ഥിര വികസന സൂചിക 2023-24 ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളവും ഉത്തരാഖണ്ഡുമാണ്. ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? 2024 ജൂലൈ 1. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേരാണ് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി. ഏകീകൃത പെൻഷൻ പദ്ധതി UPS പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1 പദ്ധതി ആരംഭിച്ചത്. ഏതാണ് പദ്ധതിയുടെ പേര്? ഏകീകൃത പെൻഷൻ പദ്ധതി UPS. 2024 ഓഗസ്റ്റിൽ വിക്ഷേപിച്ച ISROയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം. വിക്ഷേപിച്ചത് 2024 ഓഗസ്റ്റിൽ. ഉപഗ്രഹം EOS-08 ആണ്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് EOS-08. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 ആണ്. 2024 ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സാഗ എന്നതാണ്. ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഒപ്റ്റിക്കൽ റിസർച്ച് ടെലസ്കോപ്പ് ഗ്രോത്ത് ഇന്ത്യയാണ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച ഏഷ്യൻ സിനിമയുടെ അമ്മ എന്നറിയപ്പെടുന്ന ചലച്ചിത്ര നിരൂപക അരുണ വാസുദേവ്. ഖേൽരത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം D. ഗുഗേഷ് ആണ്. കേരളത്തിലെ 23ാമത്തെ ഗവർണറായിട്ട് ചുമതലയേറ്റത്. 23ാമത്തെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ 50ാമത് ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് A. ജയതിലക്. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർപേഴ്സൺ VK രാമചന്ദ്രൻ. കേരള ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി. R. ബിന്ദു. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.